മക്കളെ, അപ്പൊ നമ്മുടെ വീഡിയോയുടെ താഴേക്ക് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കമന്റ് ആണ് CCAA കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ. അപ്പൊ ഈ കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീസസ് നമുക്കറിയാവുന്ന പോലെ ഈ വർഷവും ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവർക്കൊരു സംശയമുണ്ട്, എത്രയായിരിക്കും അവരുടെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വരാനായിട്ട് പോകുന്നത്, എന്താണ് ഇതിന്റെ ഒരു മാനദണ്ഡം. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എങ്ങനെയാണ് ഇവരുടെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കപ്പെടുന്നത്, അതുപോലെ തന്നെ എന്താണ് മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന കട്ട് ഓഫ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം. അപ്പൊ മക്കളെ, ആദ്യമേ തന്നെ അറിഞ്ഞിരിക്കുക, ഈ പറയുന്ന കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേയുടെ അണ്ടറിൽ അപ്രന്റീസ്ഷിപ്പ് പൂർത്തിയാക്കിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർക്ക് ഈ പറയുന്ന ഇവരുടെ എക്സാമിനേഷന് ഒരു നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ്, അതായത് NCVT പരീക്ഷയ്ക്ക് കിട്ടിയിട്ടുള്ള മാർക്കിന് 1/3 വെയിറ്റേജ് ഉണ്ടായിരിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് CBT പരീക്ഷയ്ക്ക് 75 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് വെറുതെ സങ്കല്പിക്കുക. CBT പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് 75 മാർക്ക് കിട്ടി. അതുപോലെ ഈ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് ഇതിന്റെ മാർക്ക് എന്ന് പറയുന്നത് 90 മാർക്കാണെന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ട് ഈ പറയുന്ന CBTയുടെ 2/3 മാർക്ക് എടുക്കും. ഓക്കെ, CBTയുടെ 2/3 മാർക്ക് എടുത്തു കഴിയുമ്പോൾ ഇതിന് ഒരു 50 മാർക്ക് വന്നു. ഇനി നേരെ ഈ NCVTയുടെ ഒരു 1/3 വെയിറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞില്ല, അപ്പൊ ഇതിന്റെ ഒരു 1/3 മാർക്ക് എടുക്കും. 90ന്റെ 1/3 എത്രയായിരിക്കും? സ്വാഭാവികമായിട്ടും 90യുടെ 1/3 എന്ന് പറയുമ്പോൾ 30 മാർക്ക്. സോ രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ളതായിരിക്കും നിങ്ങളുടെ ഫൈനൽ മാർക്ക്. സോ 80 മാർക്കോളം നിങ്ങൾക്ക് വന്നു. അതായത് 75 മാർക്കേ നിങ്ങൾക്ക് CBTയിൽ സ്കോർ ചെയ്തിട്ടുള്ളൂ എങ്കിലും ഈ പറയുന്ന NCVT സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാർക്ക് എത്രയാവുന്നുണ്ട്? 80 മാർക്കിലോട്ടാവുന്നുണ്ട്. ഈ നേരെ മറിച്ച് നിങ്ങൾക്ക് NCVTക്ക് മാർക്ക് കുറവാണെന്ന് വിചാരിക്കുക, അപ്പോഴും നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് CBTക്കാണോ NCVTക്കാണോ ഏതിനാണോ മാർക്ക് കൂടുതൽ ആ ഒരു മാർക്കേ സെലക്ട് ചെയ്യുള്ളൂ. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ CBTക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 75ന്റെ അഗെയിൻ 2/3 എടുത്തു കഴിഞ്ഞാൽ അത് 50 മാർക്കാണ് വരുന്നത് അല്ലേ, 50 മാർക്കോളം വരും. ഇനി NCVTയുടെ മാർക്ക് 60 എന്ന് പറയുമ്പോൾ ഇതിന്റെ 1/3 എത്രയായിരിക്കും? 20 മാർക്കായിരിക്കും വരാനായിട്ട് പോകുന്നത്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഫൈനലി എത്രയായിരിക്കും കിട്ടുന്നത്? 70 മാർക്കാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് CBTക്ക് കിട്ടിയിരിക്കുന്ന 75 മാർക്കിനേക്കാളും കുറവല്ലേ. സോ ഡെഫിനറ്റ്ലി ഏത് മാർക്കാണോ കൂടുതൽ ആ മാർക്കേ ആഡ് ആവുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഈ പറയുന്ന CCASന്റെ കാര്യത്തിൽ മാർക്ക് ആഡ് ആയി വരുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അതായത് ഇവർക്ക് NCVT മാർക്കിന്റെ 1/3 വെയിറ്റേജ് ആയിട്ട് ഇവർക്ക് ആഡ് ആയിട്ട് വരുന്നതാണ്. ഇനി മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് എത്രയായിരിക്കും മക്കളെ? ഈ പറയുന്നത് പോലെ തന്നെ മൊത്തം വേക്കൻസീസിന്റെ 20% ഏകദേശം CCASന് വേണ്ടിയിട്ട് നമ്മൾ റെയിൽവേ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ 2019 നോക്കുകയാണെങ്കിൽ ഏകദേശം 20,000-ഓളം വേക്കൻസീസ് ആയിരുന്നു CCASന് മാത്രം റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 32,438 വേക്കൻസിയുടെ 20% എന്ന് പറയുമ്പോൾ ഏകദേശം 6,485-ഓളം മൊത്തത്തിൽ വേക്കൻസീസ് ആർക്ക് വേണ്ടി റിസർവ്ഡ് ആണ്? ഈ പറയുന്ന CCAA, അതായത് ഈ അപ്രന്റീസ്ഷിപ്പ് പൂർത്തിയാക്കിയിട്ടുള്ള വിഭാഗത്തിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവരുടെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇപ്പോൾ ഞാനിത് നമ്മുടെ ചെന്നൈ RRB, ഇപ്പോൾ ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നത് RRB ചെന്നൈ ആണ്. ഇതിന്റെ ഒരു പ്രീവിയസ് കട്ട് ഓഫ് എടുത്തു കഴിഞ്ഞാൽ 2022 ഇവർക്ക് വന്നിരിക്കുന്ന കട്ട് ഓഫിന്റെ മാർക്ക് എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, ഏകദേശം 40 മുതൽ 42 മാർക്ക് വരെയാണ് ഇവർക്ക് കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി OBC വിഭാഗം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 30 മാർക്ക്, SC ST 30, 31, ST ഏകദേശം 30. ഞാൻ പോയിന്റ് വാല്യൂസ് ഒന്നും ആഡ് ചെയ്തില്ല, പക്ഷേ ഏകദേശം ഈ ഒരു ആവറേജ് എടുത്തു കഴിയുമ്പോൾ ഈ ഒരു റേഞ്ചിലാണ് ഇവരുടെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. ഇനി 18, 19 നോക്കിക്കഴിഞ്ഞാൽ എഗെയിൻ 41 ജനറൽ വിഭാഗത്തിന് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. SC ST വിഭാഗത്തിനൊക്കെ 30 ഈ റേഞ്ചിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് ഭൂരിഭാഗം RRBസിനും ഈ പറയുന്ന CCASന്റെ കാര്യത്തിൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ 1-2-3 ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു റേഞ്ച് വിട്ടിട്ട് കട്ട് ഓഫ് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അഗൈൻ ഞാനിപ്പോൾ ചെന്നൈയുടെ തന്നെയാണ് എടുത്തേക്കുന്നത്. ചെന്നൈയുടെ നോക്കിക്കഴിഞ്ഞാൽ നോക്കിയടാ 41 ജനറൽ കാറ്റഗറിക്ക് വന്നിരിക്കുന്ന കട്ട് ഓഫ്. OBC 30 വന്നിട്ടുണ്ട്, SC 30 വന്നിട്ടുണ്ട്, ST 30 വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കട്ട് ഓഫ് റേഞ്ച് വന്നേക്കുന്നത്. ഇനി ഞാൻ നേരെ പ്രയാഗ്രാജിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രയാഗ്രാജിന്റെ കട്ട് ഓഫ് നോക്കിക്കേ, ഏകദേശം 40, 30, 32, 30, 44 എന്നിങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ CCASന്റെ കാര്യത്തിൽ നിങ്ങൾ ഏതൊക്കെ RRB എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏകദേശം ഈ ഒരു റേഞ്ച് വിട്ട് അവരുടെ കട്ട് ഓഫ് പോയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം. അപ്പൊ നമുക്ക് ഇനി വരാനിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തായിരിക്കും ഈ വർഷം വരാനിരിക്കുന്ന കട്ട് ഓഫ്? മക്കളെ, ഞാൻ പറയുകയാണെങ്കിൽ ഒരു സേഫ് സ്കോർ, നിങ്ങൾ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സേഫ് സ്കോർ എത്രയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനറൽ കാറ്റഗറി വിഭാഗത്തിന് ഒരു 40 മുതൽ 45 വരെ എന്റെ ഒരു അഭിപ്രായത്തിൽ സേഫ് സ്കോർ ആണ്. കാരണം ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് ഭൂരിഭാഗം സമയത്തും മിക്ക RRBസിലും CCASന്റെ കാര്യത്തിൽ കട്ട് ഓഫ് വന്നേക്കുന്നത്. ഓക്കെ, ഇനി SC ST OBCന്റെ കാര്യത്തിലേക്കാണ് ഏകദേശം ഒരു 35 മുതൽ 40 മാർക്ക് വരെ ഏകദേശം ഈ പറയുന്ന ഒരു സേഫ് സ്കോർ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് ഇതുവരെ വന്നിരിക്കുന്ന കട്ട് ഓഫ്. നിങ്ങൾ വിചാരിക്കും വേക്കൻസീസ് കൂടുതൽ, അതുപോലെ തന്നെ വേക്കൻസീസ് കുറവ്, അതുപോലെ കോമ്പറ്റീഷൻ, ഇതിന്റെ അടിസ്ഥാനത്തിൽ കട്ട് ഓഫ് മാറില്ലേ? ഡെഫിനറ്റ്ലി മാറും. പക്ഷെ ഞാൻ പറയുന്നത് ഈ ഒരു റേഞ്ചിനെ കുറിച്ചാണ്. ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് ഭൂരിഭാഗം സമയത്തും ഈ പറയുന്ന മിക്ക RRBസിലും
കഴിഞ്ഞ ഒരു 3-4 ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷയൊക്കെ എടുത്തു കഴിയുമ്പോൾ കട്ട് ഓഫ് റേഞ്ച് വന്നേക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ നെറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ മക്കളെ ഈ ഒരു റേഞ്ചിലാണ് നിങ്ങൾക്ക് നിലവിൽ CCIS കാര്യത്തിൽ മാർക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നല്ലൊരു സേഫ് സോണിൽ തന്നെയാണ് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇത്തവണത്തെ ഗ്രൂപ്പ് ഡി പരീക്ഷ നല്ല അടിപൊളിയായിട്ട് എഴുതിയവരുണ്ടാവും, അതല്ല ജസ്റ്റ് മിസ് ആയിട്ടുള്ളവരുണ്ടാവും. അപ്പൊ നിങ്ങളൊരു റീസ്റ്റാർട്ട് ആണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ സൂപ്പർ നോട്ട്സിന്റെ ഒരു അടിപൊളി RRB ഗ്രൂപ്പ് ഡി ബാച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മക്കളെ നമുക്കറിയാവുന്നതുപോലെ തന്നെ അവസരങ്ങൾ വീണ്ടും വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് 22,000-ഓളം വേക്കൻസീസുമായിട്ട് ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ ഈ മാസം 21-ാം തീയതി വരുമെന്ന് നോട്ടീസ് വന്നിട്ടുണ്ട്. അപ്പോ നല്ല അടിപൊളിയായിട്ട് ഒന്നുകൂടി ഇതേ പരീക്ഷ തന്നെ എഴുതി ക്രാക്ക് ചെയ്യാനുള്ള ഒരു അവസരം നമ്മുടെ മുന്നിലുണ്ട്. ഒരു 6-7 മാസത്തോളം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. നല്ല വിശദമായിട്ട് തന്നെ അടിപൊളിയായിട്ട് ഇഞ്ച് ബൈ ഇഞ്ച് പഠിച്ച് ഒരു ടോപ്പർ ആവാനുള്ള ഒരു അവസരം നമുക്ക് ഈ ഒരു പരീക്ഷ ഉറപ്പു വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാത്തവരും അതുപോലെ തന്നെ ഈ വർഷം അപ്ലൈ ചെയ്ത് എഴുതിയിട്ട് പ്രോപ്പർ ആയിട്ട് ശരിയായില്ല എന്ന് വിശ്വസിക്കുന്നവരും ഈ പറയുന്ന RRBയുടെ ഗ്രൂപ്പ് ഡി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾഡ് പ്ലാനിങ്ങോട് കൂടിയായിരിക്കും ഓരോ ദിവസം കടന്നു പോകാനായിട്ട് പോകുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു ദിവസം എത്ര റെക്കോർഡ് ക്ലാസ് കാണണം, എത്ര ലൈവ് ക്ലാസ് നിങ്ങൾ കാണണം, കൂടാതെ ഒരു 4 മാസം കൊണ്ട് നിങ്ങൾക്ക് സിലബസ് ഫുൾ ആയിട്ട് കവറേജ് ചെയ്ത് തീർത്ത് അതിനുശേഷം നല്ല അടിപൊളിയായിട്ട് വരുന്ന റിവിഷൻ ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് എക്സാമിന് മുന്നേ ഒരു തറോ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഒരു എക്സാം അഭിമുഖീകരിക്കേണ്ടി പറ്റുള്ളൂ. അതായത് പക്ക കോൺഫിഡൻസോട് കൂടി തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പരീക്ഷയെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. കൂടാതെ നമ്മുടെ കോഴ്സിൽ ചുമ്മാ നമ്മളുടെ PPT ഒക്കെ നോട്ടായിട്ട് തരുന്ന പരിപാടിയല്ല, നല്ല അടിപൊളി ഇമേജ് ഒക്കെ വെച്ച് നല്ല പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ പറ്റുന്ന പ്രിന്റഡ് ഹൈ ക്വാളിറ്റി നോട്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സിന്റെ ഭാഗമായിട്ട് കിട്ടാനായിട്ട് പോകുന്നത്. കൂടാതെ നല്ല സ്റ്റുഡിയോ റെക്കോർഡഡ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ക്ലാസ്സുകളും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ യൂട്യൂബിലൊക്കെ കാണുന്ന നമ്മൾ സാറുമാരൊക്കെ തന്നെയായിരിക്കും നിങ്ങളെ മെന്റർ ചെയ്യാനായിട്ടും കൂടാതെ നിങ്ങൾക്ക് സ്ട്രാറ്റജി സെഷൻസ് എടുക്കാനും കൂടാതെ മോട്ടിവേഷൻ സെഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന ടീച്ചേഴ്സിന്റെ ഒക്കെ ഒപ്പം നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഈ ഗ്രൂപ്പ് ഡി പരീക്ഷ പഠിച്ചു പോകാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, ഇല്ലെങ്കിൽ ഈ പറയുന്ന നമ്പറിലോട്ട് നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്തോളാം. കൂടാതെ മക്കളെ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചിരുന്നാൽ പ്രോപ്പർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. കൂടാതെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇനി അങ്ങോട്ടേക്ക് ഫ്രീ നോട്ട്സ്, മെറ്റീരിയൽസ്, പോൾസ് തുടങ്ങി നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ എല്ലാവരും ടെലിഗ്രാമിൽ കൂടി ഒന്ന് മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ മക്കളെ ഗ്രൂപ്പ് ഡി പരീക്ഷ നല്ലൊരു അവസരമാണ്. അടിപൊളിയായിട്ട് തന്നെ നല്ല കിടിലമായിട്ട് വേണം നിങ്ങൾ ഓരോ ദിവസവും പ്രിപ്പയർ ചെയ്ത് പോകാൻ. ഇന്ന് രാവിലെ എണീക്കുമ്പോൾ ഞാൻ ഈ പരീക്ഷ പാസ് ആവാനായിട്ട് ഇന്ന് എന്തൊക്കെ ചെയ്യും, ഇന്ന് ഞാൻ എന്തൊക്കെ സബ്ജക്റ്റുകൾ പഠിക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.